ഓരോ മാതാപിതാക്കളെയും അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണിത്. ഇത് ഓരോരുത്തർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. സ്വന്തം കുഞ്ഞിന് നേരെ അപ്രതീക്ഷിതമായി നടന്ന ആ ക്രൂരതയുടെ പിന്നിലെ സത്യമറിഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾ മാത്രമല്ല, ഡോക്ടർമാർ പോലും ഞെട്ടിപ്പോയി. 1 മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞ്. ആ കുഞ്ഞിന്റെ ദേഹത്ത് തുടർച്ചയായി ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. കുഞ്ഞ് വേദന കൊണ്ട് നിർത്താതെ കരയുകയായിരുന്നു. പരിഭ്രാന്തരായ മാതാപിതാക്കൾ കുഞ്ഞിനെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടക്കത്തിൽ അതൊരു അലർജി ആയിരിക്കുമെന്നാണ് ഡോക്ടർമാർ കരുതിയത്. 1 മാസത്തോളം നീണ്ട മരുന്നുകളും ചികിത്സകളും നൽകി. പാടുകൾ പതുക്കെ ഉണങ്ങിത്തുടങ്ങിയപ്പോൾ ആ മാതാപിതാക്കൾ ആശ്വസിച്ചു. എന്നാൽ 1 മാസത്തിനിപ്പുറം കുഞ്ഞിന്റെ ശരീരത്തിൽ വീണ്ടും അതേ പാടുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. പഴയതിനേക്കാൾ ആഴത്തിലുള്ള പാടുകൾ. ഇതോടെ കാര്യങ്ങൾ അത്ര നിസാരമല്ലെന്ന് ഡോക്ടർക്കും തോന്നി. രണ്ടാമതും കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർ ആ പാടുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അതൊരു അലർജി ആയിരുന്നില്ല, മറിച്ച് കൃത്യമായി പൊള്ളലേറ്റ അടയാളങ്ങളാണെന്ന് ഡോക്ടർ തിരിച്ചറിഞ്ഞു. നിങ്ങൾ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാറുണ്ടോ എന്ന ഡോക്ടറുടെ ചോദ്യത്തിനു മുന്നിൽ ആ മാതാപിതാക്കൾ തകർന്നുപോയി. ഇല്ല എന്നായിരുന്നു അവരുടെ മറുപടി. ഒടുവിൽ ഡോക്ടർക്ക് തോന്നിയ ചില സംശയങ്ങളുടെ മേൽ അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. കുഞ്ഞ് ഉറങ്ങുന്ന മുറിയിൽ ഒരു CCTV ക്യാമറ സ്ഥാപിക്കുക. ഡോക്ടറുടെ വാക്കുകൾ അനുസരിച്ച് വീട്ടിൽ ക്യാമറ വെച്ച പിതാവ് 2 ദിവസത്തിന് ശേഷം ആ ദൃശ്യങ്ങൾ പരിശോധിച്ചു. അവിടെ കണ്ട കാഴ്ച അയാളെ തളർത്തി കളഞ്ഞു. സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാവാതെ ആ ദമ്പതികൾ വിറങ്ങലിച്ചുപോയി. മുറിയിൽ മറ്റാരുമില്ലാത്ത സമയം. കുഞ്ഞിന്റെ അമ്മ അടുക്കളയിൽ ജോലികളിലായിരുന്നു. ആ സമയം മുറിയിലേക്ക് കടന്നു വന്നത് മറ്റാരുമായിരുന്നില്ല, അവരുടെ തന്നെ 5 വയസ്സുകാരിയായ മൂത്ത മകളായിരുന്നു. അവൾ അടുക്കളയിൽ നിന്നും ഒരു ഫോർക്ക് ചൂടാക്കി കൊണ്ടുവരികയും ഉറങ്ങിക്കിടക്കുന്ന തന്റെ അനിയന്റെ ശരീരത്തിൽ അത് അമർത്തുകയും ചെയ്യുകയായിരുന്നു. കുഞ്ഞ് വേദന കൊണ്ട് പിടഞ്ഞു കരയുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. സ്വന്തം മകൾ ഇത്തരത്തിൽ പെരുമാറുമെന്ന് ആ മാതാപിതാക്കൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അവർ അവളെ ഉടൻ തന്നെ ഡോക്ടറുടെ അടുത്തെത്തിച്ച് കൗൺസിലിങ്ങിന് വിധേയമാക്കി. അവിടെയാണ് സിബ്ലിംഗ് റൈവൽവി എന്ന ഗൗരവകരമായ അവസ്ഥയെക്കുറിച്ച് ഡോക്ടർ അവർക്ക് വിശദീകരിച്ചു കൊടുത്തത്. എന്തുകൊണ്ടാണ് ആ 5 വയസ്സുകാരി ഇത് ചെയ്തത്? അവൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നു അതിന് കാരണം. കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരുമ്പോൾ അതുവരെ തനിക്ക് മാത്രം ലഭിച്ചിരുന്ന ശ്രദ്ധയും സ്നേഹവും ഇല്ലാതാകുമോ എന്ന തോന്നൽ കുട്ടികളിൽ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയും വൈരാഗ്യവും ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പുതിയൊരു കുഞ്ഞ് വരാൻ പോകുന്നു എന്ന് അറിയുന്ന സമയം മുതൽ മൂത്ത കുട്ടിയോട് അത് സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കുക. അനിയനോ അനിയത്തിയോ വരുന്നത് അവർക്ക് കളിക്കൂട്ടുകാരനെ കിട്ടുന്നതിന് തുല്യമാണെന്ന് ബോധ്യപ്പെടുത്തുക. മൂത്ത കുട്ടിയുടെ സാന്നിധ്യത്തിൽ ഇളയ കുട്ടിയെ മാത്രം അമിതമായി ലാളിക്കുന്നതും ഒഴിവാക്കണം. 2 പേർക്കും തുല്യ പരിഗണന നൽകാൻ ശ്രമിക്കുക. കുട്ടി അനാവശ്യമായി ദേഷ്യപ്പെടുകയോ ഇളയ കുഞ്ഞിനോട് താല്പര്യമില്ലായ്മ കാണിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ വിദഗ്ധ സഹായം തേടുക. ഒഡീഷയിലെ കേന്ദ്രബദ ജില്ലയിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത്. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത ഈ സംഭവം നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. ഈ വാർത്ത നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്.